കണ്ണൂർ എ.ഡി.എം ആയിരിക്കവേ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്ന് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട നവീൻ ബാബുവിനെ മലയാളികൾ എളുപ്പം മറന്നിട്ടില്ല. ഈ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടി പല വഴികളിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റും ശ്രമിച്ചെങ്കിലും അതെല്ലാം പാർട്ടി സംവിധാനത്തിൽ തട്ടിത്തകർന്നു. പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ എത്ര കണ്ട് നീതി ലഭിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും പോരാട്ടം തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ. പക്ഷേ ഈ നീതി ഇപ്പോഴും മഞ്ജുഷയ്ക്കും മക്കൾക്കും അകലെ തന്നെയാണ്. കൊന്നിട്ടും പക വീട്ടുന്ന കമ്മ്യൂണിസ്റ്റ് ക്രൂരത നവീൻ ബാബുവിന്റെ മേൽ തുടർന്നുകൊണ്ട് ഇരിക്കവെയാണ് ആക്ഷേപം ശക്തമാകുന്നത്. കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവില്ലെന്ന് വിജിലൻസ് സ്പെഷ്യൽ സെൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുമ്പോഴും ഇപ്പോഴും സർക്കാർ വേട്ട തുടരുകയാണ്. ഇപ്പോൾ എല്ലാത്തിനും കാരണക്കാരിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി ദിവ്യയാകട്ടെ രാഷ്ട്രീയമായി ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നു. ഇതിനിടെ ഇപ്പോഴിതാ ശബരിമലയിലെ സ്വർണ്ണ വിവാദം കത്തി നിൽക്കവെ മറ്റൊരു ഇല്ലാ കഥയുമായി ഒരു കൂട്ടർ രംഗത്ത് വന്നിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം അയ്യപ്പ കോപം എന്നാണ് ചിലർ ഇല്ലാക്കഥ പറഞ്ഞു പരത്തുന്നത്. ഇതോടെ വീണ്ടും നവീൻ ബാബുവിന്റെ അകാല മരണം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ്. CPM ഭീകരതയ്ക്കെതിരെ നവീൻ ബാബുവിനെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ച് പോരാടിയിരുന്ന അയ്യപ്പ ഭക്തരിൽ പലരും ഈ നുണപ്രചരണത്തിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. റാന്നി തഹസിൽദാർ ആയിരിക്കവേ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനുള്ള സ്പെഷ്യൽ ഓർഡറുകൾ ഇട്ടത് അന്നത്തെ റാന്നി തഹസിൽദാർ നവീൻ ബാബു ആയിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ ആരോപണം. നവീൻ ബാബു അന്ന് റാന്നി തഹസിൽദാർ ആയിരുന്നുവെന്നും അദ്ദേഹമാണ് സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാനുള്ള ഓർഡർ സർക്കാർ നിർദ്ദേശപ്രകാരം നൽകിയത് എന്നാണ് പുതിയ ആരോപണം. ഒരു സംഘ് പരിവാർ യൂട്യൂബ് ചാനലാണ് വിവാദമായ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ വസ്തുതാ പരിശോധന മറുനാടൻ നടത്തിയപ്പോൾ അത് വെറും നുണപ്രചരണം മാത്രമാണെന്നാണ് തെളിഞ്ഞത്. യഥാർത്ഥത്തിൽ റാന്നി തഹസിൽദാർക്ക് ശബരിമലയിൽ യുവതികൾ കയറുന്നതിന് അനുമതി കൊടുക്കാൻ ഒരു അധികാരവുമില്ല. മാത്രമല്ല, ഈ ശബരിമല യുവതീ പ്രവേശന കാലത്തെ വിവാദ കാലയളവിൽ നവീൻ ബാബു റാന്നി തഹസിൽദാർ അല്ലായിരുന്നു എന്നതാണ് വസ്തുത. റാന്നി തഹസിൽദാരുടെ കീഴിലായിരിക്കാം ഒരുപക്ഷെ ശബരിമലയും പമ്പയും ഒക്കെ അടങ്ങുന്ന പ്രദേശം വരുന്നത്. എന്നാൽ തഹസിൽദാർക്ക് അല്ല ശബരിമലയുടെ ഭരണത്തിന് ചുമതല. ശബരിമലയുടെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഇവിടെ ഉത്തരവുകൾ ഇറക്കുന്നത് ഹൈക്കോടതിയാണ്. സ്പെഷ്യൽ കമ്മീഷണറെ വെച്ചാണ് ഹൈക്കോടതി ഭരണം നടത്തുന്നത്. എന്നാൽ ഭരണം നടത്തേണ്ട ബാധ്യത ദേവസ്വം ബോർഡിന് തന്നെയാണ്. ദേവസ്വം ബോർഡ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ്. അവിടെ തഹസിൽദാർക്ക് ഒരു റോളുമില്ല. തഹസിൽദാരുടെ ഉത്തരവ് പ്രകാരം സ്ത്രീകൾ ശബരിമലയിൽ കയറി എന്ന് പറയുന്നത് തന്നെ വിഡ്ഢിത്തരമാണ്. ഒരു തഹസിൽദാർക്കും അതിനുള്ള അധികാരമില്ല. ഒരു തഹസിൽദാരുടെ ഉത്തരവ് ശബരിമലയിൽ ആർക്കെങ്കിലും പോകാനും വേണ്ട. ശബരിമലയിൽ ഏത് ഭക്തനും പോകാം. മതവും ജാതിയും ഒന്നും അവിടെ ബാധകമല്ല. അതിനവിടെ ഒരു തഹസിൽദാരുടെയും അനുമതി വേണ്ട. അതുപോലെ ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് റാന്നിയിലെ തഹസിൽദാർ നവീൻ ബാബു അല്ലായിരുന്നുവെന്നതും ഒരു സത്യമാണ്.